DTCA സ്റ്റേഡിയം അഴിമതിയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെ രേഖകളുമായി ആം ആദ്മി പാർട്ടി രംഗത്ത്. ജെയ്റ്റ്ലി മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം നടക്കില്ലെന്നും ആം ആദ്മി പാർട്ടി. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനുവിവരങ്ങൾ. സൗമ്യ, DDCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവൃത്തികളും ഇത് സംബന്ധിച്ചുള്ള തിരിമറി നടത്തിയതും സംബന്ധിച്ചുള്ള അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളാണ് ആം ആദ്മി നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ദില്ലിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അന്നത്തെ DDCAയിലെ പ്രസിഡന്റ് ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി നടത്തിയിരുന്ന തിരിമറിയും ഒപ്പം ടെൻഡർ വിളിക്കാതെ നൽകിയിരുന്ന കരാർ വ്യവസ്ഥകളും സ്വജനപക്ഷപാതത്തോടെ സ്വന്തം ഇഷ്ടത്തോടെ നൽകിയിരിക്കുന്ന കരാറുകളിൽ 90 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നതിനുള്ള പരോക്ഷമായ തെളിവുകൾ തങ്ങളുടെ പക്ഷത്തുണ്ടെന്നും ആം ആദ്മി നേതാക്കൾ പറയുകയുണ്ടായി. ജെയ്റ്റ്ലി സ്ഥാനമൊഴിഞ്ഞിട്ടും DDCA അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലും വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിരുന്നു. സ്റ്റേഡിയം നിർമ്മാണത്തിനായി 24 കോടിയാണ് അടങ്കൽ തുക നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചെലവായത് 114 കോടി രൂപയാണ്. ഒരേ രജിസ്റ്റേർഡ് ഓഫീസും ഇമെയിൽ വിലാസവുമുള്ള 9 കമ്പനികൾക്ക് വലിയ തുകകൾ നൽകി കരാർ നൽകിയെന്നും ആം ആദ്മി നേതാക്കൾ വാദം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ ഇത്തരത്തിലൊരു റെയ്ഡ് CBI റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡ് നടത്തിയത് പോലും ഈ അരുൺ ജെയ്റ്റ്ലിയുടെ അഴിമതി ആരോപണങ്ങൾ മറയ്ക്കുന്നതിനാവശ്യമായുള്ള ഫയൽ രേഖകൾ മാറ്റുന്നതിനായും ഇത് പരിശോധിക്കുന്നതിനുമായാണ് CBI റെയ്ഡ് നടത്തിയതെന്നും ആപ് നേതാക്കൾ വാദം ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും അരുൺ ജെയ്റ്റ്ലി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് ആം ആദ്മി നേതാക്കൾ ആരോപിക്കുന്നത്.